തിന്മയേറിക്കുഴഞ്ഞാലേ നരകത്തിൽ എറിയും നേരത്ത് മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അടിതെറ്റി വീണാൽ നാറിനുള്ളിലെ വിറകായി മാറും പാലത്തിൽ അടിയൻ മെല്ലെ നടന്ന് നീങ്ങുമ്പോൾ മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ തട്ടി മാറ്റാതെ കൂടെ കൂട്ടുവാൻ മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ചോദിക്കാനൊട്ടും അർഹനല്ലെന്നും അറിയാം ആരംഭത്തങ്ങളെ അത്രമേൽ ദോഷം ചെയ്താണേലും മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു മദീന മനസ്സിൽ നിറവട്ടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പാടും പാട്ടിലും കേൾക്കും വൈത്തിലും അതബ് കേടുകളുണ്ടെങ്കിൽ അവകൾ മാപ്പാക്കി ഹളറ പോകുവാൻ മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ചൊല്ലിത്തീർത്ത സ്വലാത്തിനുള്ളിൽ ഇഖ്ലാസിൻ കാതിരില്ലെങ്കിൽ എല്ലാം മാപ്പാക്കി ഹളറ പോകുവാൻ മദനയ്യാ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ത്വയ്ബ മണ്ണിലെ റൗദ
ശലഭങ്ങൾ സ്നേഹം നുകരുമ്പോൾ പൂതിയേറുന്നു അധികം വൈകാതെ പൂതിയേറുന്നു അധികം വൈകാതെ പൂതിയേറുന്നു അധികം വൈകാതെ മദദയ്യ സയ്യിദൽ വറാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ അള്ളാഹു ഹബീബായ മുത്തുനബിയുടെ അരികിലെത്തി അടുത്ത കാലത്തിൽ പോയി സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബിയെ സ്നേഹിച്ചു മഹാരഥന്മാരായ സ്വഹാബത്ത്. അവരുടെ സ്നേഹം ഉള്ളിൽ നിന്നുള്ള സ്നേഹം, നാക്കുകൊണ്ട് മാത്രമല്ല ഇന്നമിൻ ഉമ്മത്തി ബഅദി, എൻ്റെ ശേഷം അവരുടെ ഒരു സമുദായം വരാനുണ്ട്, ഒരു കൂട്ടം ആളുകൾ വരാനുണ്ട്. അവരുടെ മാലും അവരുടെ കസ്ബും ഒക്കെ മാറ്റിവെച്ച് എന്നെ സ്നേഹിക്കുന്നൊരു വിഭാഗം ഇവിടെ എത്തുമെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്തുനബിയെ സ്നേഹിച്ചത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞുള്ള സ്നേഹമാണ്. അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു നട്ടുച്ച നേരത്ത് സിദ്ദീഖ് തങ്ങളിലേക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നുണ്ട്. എന്തിനെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാക്ക്, അള്ളാഹുവിൻ്റെ അനുമതിയുണ്ട് സിദ്ദീഖ്, അള്ളാഹുവിൻ്റെ അനുമതിയുണ്ട് ഈ മക്കയുടെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ണുനീരൊഴുക്കി മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങ് എന്നെ കൂടെ കൊണ്ടുപോകുമോ നബിയെ? അങ്ങ് എന്നെ കൂടെ കൊണ്ടുപോകുമെന്നറിയുമ്പോഴേക്ക് എങ്ങനടിച്ച് കരയുകയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതെന്തിനെന്നറിയോ? ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഉള്ളിൽ ലയിച്ച് ഊണിലും ഉറക്കത്തിലും ഉണർവിലും എല്ലാം എനിക്ക് ഹബീബിനോട് കൂടെ വേണം തിരിച്ചറിഞ്ഞോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബത്ത് വട്ടം ചുറ്റി ഇരിക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബിയുടെ അരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഖുലഫാഉർ റാഷിദുകളായ മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം അടുത്തുണ്ട്. ഹബീബായ മുത്തുനബി ചോദിക്കുന്നുണ്ട്, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, അങ്ങേക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, സിദ്ദീഖ് തങ്ങളെ, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ആ സമയത്ത് മാദാ തുഹിബ്ബു മിനദ് ദുനിയാ, മാദാ തുഹിബ്ബു മിനദ് ദുനിയാ, ഉഹിബ്ബു മിനദ് ദുനിയാ സലാസ. എനിക്ക് 3 കാര്യങ്ങൾ ഇഷ്ടമാണ് നബിയെ, 3 കാര്യങ്ങൾ. ഒന്ന്, അൽ ജുലൂസു ബൈന യദൈക, നബി അങ്ങയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കണം യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ ഇരിക്കണം യാ ഹബീബല്ലാഹ്. അതിനപ്പുറം എനിക്കൊന്നുമില്ല നബിയെ, ഒന്നുമില്ല, അതിനപ്പുറം ഒന്നുമില്ല. വന്നദറു ഇലൈക, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സയ്യിദി യാ റസൂലല്ലാഹ്
യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സനദി യാ ഹബീബല്ലാഹ് യാ സയ്യിദി യാ ഇങ്ങനെ നോക്കിയിരിക്കണം. യാ റസൂലല്ലാഹ്, ഹബീബായ മുത്തുനബിയോട് തുടരുകയാണ്. നബിയേ, എന്റെ കയ്യിലുള്ള സമ്പത്ത് അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കാനാണ് നബിയെ എനിക്ക് ഇഷ്ടമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് നമ്മൾ ഹബീബിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്ത് സമർപ്പിച്ചു? ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠർ ഒരു വേള മഹാനായ അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇബ്നു അബിദ്ദുന്യ എന്ന മഹാനായ ചരിത്ര പണ്ഡിതൻ വിശദീകരിക്കുന്നു. ആനവറുകൾ പറയാണ്, ആ സമയത്ത് മക്കൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആ ചർച്ച മലായിക്കത്തിനാണോ ശ്രേഷ്ഠത, നമ്മുടെ പിതാവിന് തന്നെയാണോ ശ്രേഷ്ഠത, മറ്റാർക്കെങ്കിലുമാണോ ശ്രേഷ്ഠത? ആ സമയത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി വന്നുകൊണ്ട് പറഞ്ഞു വന്നു, സുവർഗത്തിന്റെ മിഹ്റാബിൽ സുന്ദരമായൊരിസ്മുണ്ട്, സുവർഗത്തിന്റെ മിഹ്റാബിൽ സുന്ദരമായൊരിസ്മുണ്ട്, അല്ലാഹു ജല്ല ജലാലുഹു കഴിഞ്ഞ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്തുനബിയുടെ ഇസ്മ ലോകോത്തരം ഉയർത്തി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനേക്കാളും ഉന്നതിയിലേക്ക് അല്ലാഹു കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബിയുടെ നാമത്തെ ഉയർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. വറഫഅനാ ലക ദിക്റക വലമ്മൽ ഇലാഹു സുമൻ നബിയിൽ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിൻ അശ്ഹദു വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജല്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ അള്ളാഹുവിനെ ഇവിടെ പറഞ്ഞു. തൊട്ടടുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കയറി വരുന്നത്, ലോകം പടക്കാൻ കാരണക്കാരായ ഹബീബായ മുത്തുനബിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു 40 വർഷം ജീവിതം കഴിച്ച് ഒരു നബുവത്ത് കൊടുത്ത് ആ സമയം തൊട്ടല്ല. ഈ ലോകത്തിന്റെ തുടക്കം മുതൽ കയറി വന്ന അമ്പിയാക്കന്മാരിലെ തുടർച്ചയോടെ ഓർമ്മപ്പെടുത്തി കയറി വന്ന ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ അമ്പിയാക്കന്മാരുടെയും സുൽബിലൂടെ ഓരോ അമ്പിയാക്കന്മാരിലൂടെയും കയറി വന്ന ഹബീബായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കയറി വന്ന ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം
ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صراع قط صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أنت تطلع بيننا في الكواكب كالبدور من أشرف منه يا سيدي خير النبي താരകങ്ങളുദിച്ചുയർന്ന തിങ്കളാണ് നബി അല്ല ഇതിലും മികந்த ഭംഗി സയ്യിദ് നബി ഉത്തമരെ സയ്യിദ് നബി ഉത്തമരെ അന്തമുൻ അംഅബു മാറൈനാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول ഉമ്മയും എന്നുപ്പയും അങ്ങാണ് തിരുനബിയെ അങ്ങയെപ്പോൾ നന്മ അവരിൽ കണ്ടില്ല യാ നബിയേ കണ്ടില്ല യാ നബിയേ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി والحبيب العربي أنت منجينا غدا من شفاعة المصطفى من لنا مثله سيدي خير النبي തളിർമയാർന്ന ശഫാഅത്താലെ നാളത്തെ രക്ഷകരെ അങ്ങെപ്പോലാര് വരെ സയ്യിദേ നബി ഉത്തമരെ സയ്യിദേ നബി ഉത്തമരെ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി ارتكبت والخطا غير عسر وعدد لك أشكو فيه يا سيدي خير النبي അറ്റമില്ലാ പാപമിൽ ഏറി ഞാൻ അളവറ്റുപോയി കാര്യമങ്ങോടായി കേടും സയ്യിദി നബിയുത്തമരെ സയ്യിദി നബിയുത്തമരെ അസ്സലാത്തു إن
ഇഷ്ടമായ ചൂടിൽ ഒരു ചാങ്ങുകളിൽ സൂര്യൻ നിൽക്കുന്നു. ഒറ്റി വരണ്ട് ചങ്ക് പൊട്ടി മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയാൻ ചോദിക്കാൻ കിട്ടിയ അവസരം അല്ലാഹുവേ, അല്ലാഹുവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദാഹമാൽ കൊതിയോടെ ഞങ്ങൾ എത്തും ഹൗദിൻ കരയിൽ, എൻ കിതാബ് തരുന്ന നാളിൽ സയ്യിദേ നബിയുത്തമരേ, സയ്യിദേ നബിയുത്തമരേ, അശ്ശഫാഅത്ത ലനാ ഫിൽ ഖിയാമത്തി വഅഹ്ലനാ ഇല്ലായാ, ഏകിടേണേ നൽ ശഫാഅ നിന്റെ സമ്മാനം പ്രഭോ, കഷ്ടമാണ് നഷ്ടമെങ്കിൽ സയ്യിദേ നബിയുത്തമരേ, സയ്യിദേ നബിയുത്തമരേ, അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ, അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ, ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി, നന്മകൾ നബിയോരിലായി പെയ്തിടട്ടെ സദാ, നന്മകൾ നബിയോരിലായി പെയ്തിടട്ടെ സദാ, വാനമിൽ പൊൻതാരകം മിന്നിടും കാലത്തോളം സയ്യിദേ നബിയുത്തമരേ, സയ്യിദേ നബിയുത്തമരേ, അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ, ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടിപ്പായി മാറുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രകാശവും തുടങ്ങുക. ആനായ ഉസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഈ ഇഷ്കിലായി അലിഞ്ഞ മുതൽ എൻ്റെ എല്ലാമെല്ലാം ഹബീബായ മുത്തുനബിയായി മാറി എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൻ്റെ വിജയം ഹബീബായ മുത്തുനബിയാണെന്ന് തിരിച്ചറിഞ്ഞു. കാണാൻ വേണ്ടി കൊതിച്ചു. മുത്തുനബിയുടെ മുൻപല്ലുകൾ പൊട്ടിയെന്നറിഞ്ഞപ്പോ കല്ലെടുത്ത് കുത്തി കുത്തി ഓരോ കല്ല് കൊണ്ടും പല്ലുകൾ പൊട്ടിച്ച മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലെ അത്രയും സ്നേഹം കഴിയാൻ കഴിഞ്ഞില്ലെങ്കിലും പേര് കേൾക്കുമ്പോഴേക്ക് ഏങ്ങലടിച്ച് കരഞ്ഞു. ഒരു വേള സിദ്ദീഖ് തങ്ങൾ മിമ്പറിൽ കയറുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ ഹുറൈറ പറയുകയാണ്, മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയാൻ തുടങ്ങി, സഹാബ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم بكى بكاء شديدا, വല്ലാത്ത കരച്ച് കണ്ണിന്ന് കണ്ണുനീരൊഴുക്കി, മറ്റൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ നബിയെ, അല്ലാഹുവിന്റെ നബി പറയുന്നതായി റസൂലുള്ളാഹി ഹബീബായ മുത്തുനബി പറയുന്നതായി ഞാൻ കേട്ടു. സമയത്ത് റസൂലുള്ളാഹി ഇങ്ങനെ ഉണ്ടാവുമോ നിങ്ങളെ നമ്മളെ വല്യപ്പമാരും നമ്മളെ ഉപ്പ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ. ഹബീബായ മുത്തുനബിയെ ഓർത്ത് പറയാണ്, മറ്റൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇസ്തിഖാമത്ത് നൽകി, ഇഖ്ലാസ് നൽകിയിട്ട് രണ്ടാമത് വേണ്ടത് ആഫിയത്താണ്, ആരോഗ്യമാണ് എന്നേ പറയുന്നുള്ളൂ. ആ പറയുന്നതിന്റെ മുമ്പ് സമയത്ത് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു. നമുക്ക് കരച്ചിലല്ല, ഉള്ളു തട്ടി തട്ടി മുത്തുനബിയെ ഓർത്ത് കരഞ്ഞ ഒരു നിമിഷം.
ഒരു നിമിഷമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചതെന്നറിഞ്ഞപ്പോഴേക്ക് അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പേര് വിളിക്കാണ്, മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് വിളിച്ചപ്പോ തൊട്ടടുത്തുള്ളവരെ ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു, എന്താണ് പൂർവ്വപിതാക്കന്മാരൊന്നും വിളിക്കാത്തൊരു പേരാണല്ലോ അങ്ങ് വിളിച്ചിട്ടുള്ളത്? അവിടുത്തെ ആ സമയത്ത് പറഞ്ഞത്, എൻ്റെ മകൻ ലോകത്ത് വരാനിരിക്കുന്നവർക്കെല്ലാം സ്തുതിക്കപ്പെട്ടവനായി മാറണം. فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة رضي الله في بيتها وحيدة مستأنسة ببركاته ولم تكن وهي فريدة ولم تشعر إلا وقد أشرك في بيتها النور وأما الفرح والسرور أقبلت الملائكة والحور أحف حجرتها أنوار الطيور وهي تسمع لازدهامهم واحتفالهم بقدوم الحبيب همزة وكيف لا وسيد العالمين في بيتها همزة. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. إن بيتا أنت ساكنه ليس محتاجا إلى السرج. صل رب العالمين على سيد الكونين والسرج. അങ്ങ് വാഴും പുണ്യകേകമതിൽ നിറദീപവേടായ നബിയെ സ്വല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس بالهجدി. സ്വല്ലി റബ്ബൽ ഉമ്മത്തീങ്ങൾ സാക്ഷി കൊണ്ടുവരും നാളെ ഞങ്ങൾക്കന്ന് തുണ നബിയെ സ്വല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ومريضا أنت زائره قد أتاه الله بالفرج. صلي رب العالمين على سيد الكونين والسرور. സാന്ത്വനം നൽകും വ്യാധിയിലും അങ്ങ് ചെന്നാലങ്ങ് പൂനബിയെ സ്വല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറൂർ. فزمن قد كنت بغيته والسما في رفع درجي. صلي رب العالمين على سيد الكونين والسرور. തേട്ടം തേടും തങ്ങളിൽ കൊടുക്കൽ നേട്ടം നേടും പൂന്തളം നബിയെ സ്വല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറൂർ. باطلا في الحب مهجته سامحا بالروح والمهجي. صلي رب العالمين على سيد الكونين والسرور. സ്നേഹം നേറും എൻ്റെ കൽബ് തരാ باطلا في الحب مهجته. സ്നേഹമേറും എൻ്റെ കൽബ് തരാ സ്നേഹമേറും എൻ്റെ കൽബ് തരാ ആത്മാവും തരാം നബിയേ
കണ്ണുകളും പാപിയെന്നില്ല യാ നബിയേ സല്ലി റബ്ബൽ ആലമീന അലാ സബ്ബുകും വല്ലാഹി ലം യഖിബ് ലികമാലിൽ ഹുസൈനി വൽ ബഹജി ذنبنا മാഹി ലയംനഉനാ മിൻ ദുറൂഫി الدم والعجج صلي رب العالمين على سيد الكونين والصور حبكم في قلبنا معه من رهين الذنب والحرج صلي رب العالمين على سيد الكونين حب അങ്ങോടാണ് തിരുനബിയെ പാപം ദീനം നീക്കിടും നബിയെ സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സൂരി സ്വബ്ബുകും വല്ലാഹി ലം യഖിബ് ലികമാലിൽ ഹുസൈനി വൽ ബഹജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി മുത്തിനാശിക്കുകൾ മനം നിറയും പൂർണ്ണ ശോഭ വിളങ്ങിടും നബിയെ സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സൂർ ഇന്നനാ നർജൂ ലിശാഫിഇനാ ലിസ്വലാഹി الدين والنهج സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സൂർ ശാഫിയാം നബിയോട് തേടിടവേ സത്യസരണിയിൽ ചേർത്തിടാം നബിയെ സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വഹുവ നജ്ജാനാ മിനൽ ബൽവാ തിബുഹു ഫിൽ ആലമിൽ അർജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സൂർ ആഫത്തന്റെ രക്ഷകനാ ലോകമാകെ സുഗന്ധമാം മലരെ സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സൂർ റബ്ബി വർസുഖ്നാ സിയാറതഹു റബ്ബി വർസുഖ്നാ സിയാറതഹു അല്ലാഹ് റബ്ബി വർസുഖ്നാ സിയാറതഹു قبل قبض الروح والغرج قبل قبض الروح والغرج صلي رب العالمين على سيد الكونين والسور يا سيدي يا رسول الله يا سندي يا حبيب الله صل يا ربي على الهادي لسبيل الحق والفرج الله سبحانه وتعالى മുത്തനബിയെ കിനാക്കാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ലഹളത്തിലും മനാമിലും ഉറക്കത്തിലും ഉണർവിലും നടത്തത്തിലും മുത്തനബിയുടെ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കിനാക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖീങ്ങളിൽ ഉമർ ഖാദി അവിടുത്തെ പടിവാതിലെത്തിയിട്ട് ചോദിച്ചത്, ഞാൻ ഫഖീറായ ഉമറിന്റെ അരികിൽ വന്നിട്ടുണ്ട് നബിയെ, ഫഖീറായ ഞാൻ അങ്ങയുടെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. ഉന്നതിയിലെത്തിയ അവര് ഫഖീർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെയും ഒരാൾ ദുആ ചെയ്യാൻ അല്ലാഹുവേ ആവശ്യത്തിലുള്ള സമ്പത്തിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ
ഫഖീർ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി വിട്ടുപിരിയാൻ ഉപദേശിച്ചെങ്കിൽ നമ്മളൊക്കെ ദുനിയാവിന്റെ പുറത്ത് ഒട്ടിപ്പിടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് സമ്പത്തല്ല ആഗ്രഹിച്ചത്. അവർ ദുനിയാവോ മക്കളോ ഭർത്താവോ ഭാര്യയോ എന്ന് ചിന്തിച്ചില്ല. ഉഹദിന്റെ മണ്ണ് ഘോരമായി കൊണ്ടിരിക്കുമ്പോൾ, ഉഹദിന്റെ മണ്ണിൽ പൊടിയടങ്ങിയ സമയത്ത് തൻ്റെ പിതാവും തൻ്റെ ഭർത്താവും തൻ്റെ ബന്ധപ്പെട്ട സഹോദരങ്ങളും വിട്ടുപിരിഞ്ഞു എന്നറിഞ്ഞിട്ടും എൻ്റെ ഹബീബ് എവിടെ, എൻ്റെ റസൂലുള്ളാഹി എവിടെ, ചിന്തിച്ച് നടന്ന സ്ത്രീയോട് ചോദിക്കുന്നത് എല്ലാവരും വിട്ടുപിരിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴും മുസീബത്തിൻ ലദൈക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുമുഖം കാണുമ്പോൾ മറ്റെല്ലാം നിന്റെ മുന്നിൽ ഒന്നുമല്ല യാ റസൂലല്ലാഹ്. പൊട്ടിപ്പറഞ്ഞ വനിതേ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇഷ്ക് മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഒരു ഇഷ്ക് മജ്‌ലിസ് കൊണ്ട് നമ്മൾ തീരുമാനിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു സുന്നത്തെങ്കിലും കൂട്ടിയെടുക്കാൻ ഞാൻ ഇൻഷാ അല്ലാഹ് തയ്യാറാണ് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സുന്നത്തുകൾ കൂട്ടിയെടുക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടമല്ലാതെ ഒഴിവാക്കിയത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്വഹാബത്തുൽ കിറാം. കയ്യിലുള്ള ധരിക്കാൻ പാടില്ലാത്ത മോതിരം കണ്ടപ്പോൾ അതെടുത്ത് മാറ്റിവെച്ച് അത് വലിച്ചെറിഞ്ഞപ്പോൾ പോയ സമയം അതെടുത്തു എന്ന് പറഞ്ഞവരോട് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടെന്ന് പറഞ്ഞ ആ സ്വഹാബത്തിന്റെ മനസ്സ്. റസൂലുള്ളാഹി തങ്ങൾ എവിടുന്നാണോ ഭക്ഷണം കഴിച്ചത് അങ്ങനെ തന്നെ കഴിക്കാൻ ഏത് രൂപത്തിലാണ് നടന്നത് ആ നടത്തത്തെ ഫോളോ ചെയ്തു മഹാന്മാരായ സ്വഹാബത്ത്. കാരണം എന്താ? ബശറിലും ഖൈറുൽ ബശീറേ മുത്ത് ബദറുദ്ദുജാ യാ റസൂലേ. ബശറിലും ഖൈറുൽ ബശീറേ മുത്ത് ബദറുദ്ദുജാ യാ റസൂലേ. ഉമ്മത്തി 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 എന്നോതി വിട ചൊല്ലി തീരുമാനമെടുത്ത് മദീന പള്ളിയിലേക്ക് അവിടുന്ന് ഒളിച്ചു വന്ന് കൊലപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന അംർ ബിൻ വഹബിനെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കുമ്പോൾ തന്നെ കൊല്ലാൻ വന്നവർക്ക് പോലും തന്നെ എറിഞ്ഞ് കാലിൽ മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിച്ച് അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവസരം ഒരുങ്ങി നിൽക്കുമ്പോൾ പോലും അവരിൽ നിന്നൊരാൾ ഉമ്മത്തി ഉമ്മത്തി
പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹുബ്ബുന്നബിയാലെ സ്വർഗ്ഗത്തിന്ന് ഹൂറാനികൾ പാടി പാടിച്ചെന്നേ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സുവർഗ പറുദീസകൾ, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ബശീറായി, സന്തോഷ വാർത്തയുടെ വാഹകനായി ലോകത്തിന്റെ മുമ്പിലേക്ക് കയറി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ജീവിതത്തിൽ ഇടാൻ ഒരാൾ തയ്യാറായാൽ അത് കാരണം നാദാ മുനാദി ഫിൽ ജന്ന, വിളിയാളം വരികയാണ്. മുഹമ്മദ് എന്ന പേരിട്ടവരുണ്ടോ? മുഹമ്മദ് എന്ന പേര് നാമകരണം ചെയ്തവരുണ്ടോ? ഇലൽ ജന്ന, അഹദായ തമ്പുരാൻ ആദ്യം പടച്ചുള്ള അംബിയ രാജാ മുഹമ്മദ്, അംബിയ രാജാ മുഹമ്മദ്, ആദം മുതൽ ഒളിവ് മുർസലൊളി തന്നെ ആമീന പെറ്റ മുഹമ്മദ്, ആമീന പെറ്റ മുഹമ്മദ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറയണം, ഇന്നൊരു തുടക്കാവട്ടെ, നമ്മൾ പറയണം മുഹമ്മദ് എന്ന പേര് ഓരോ വീട്ടിലും ഇടാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിൽക്കി, പള്ളിക്കൊക്കെ പോകാണ്ടാവും അല്ലേ? റാഹത്തായില്ലേ? ഹബീബായ മുത്തുനബി കിനാ കാണാൻ നമ്മൾ തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ശിഷ്യന്മാരിലൊക്കെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യാൻ നമ്മൾ ഉപദേശിക്കണം. എല്ലാവരും അടുത്തേക്ക് വരും. എന്തിനെന്നറിയോ? ആ മുഹമ്മദ് എന്ന നാമം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ആ മുഹമ്മദ് എന്ന നാമം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ശത്രുക്കളെ നാമം കൊണ്ട് പോലും സ്തുതിക്കപ്പെട്ടവനെന്ന് വിളിക്കപ്പെടിപ്പിച്ചു. അള്ളാഹു വിളിപ്പിച്ചു. ശത്രുക്കളെ കൊണ്ട് പോലും ഏറ്റവും സ്തുതിക്കാൻ അർഹനാണെന്ന് പറയിപ്പിച്ചത് നബി പറയുന്നുണ്ട്. ഒരു വീട്ടിൽ 3 ആൺകുട്ടികൾ ജനിച്ചു. ഒരാൾക്ക് പോലും എൻ്റെ നാമം ഇട്ടിട്ടില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവരെന്നെ വിഷമിപ്പിച്ചു പോയത്. നമ്മൾ സുന്നികളാണ്, നമ്മൾ സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്യുന്നവർ. ഹബീബായ മുത്തുനബിയുടെ സുന്നത്തിന്റെ പിറകുകൾ നമ്മുടെ വീട്ടിലെ ഓരോ ആൺകുട്ടിയുടെ പേരും മുഹമ്മദ് എന്ന നാമത്തിലൂടെയാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിയിൽ നിന്ന് നമുക്ക് ശഫാഅത്ത് കിട്ടും. ശഫാഅത്തിന് അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അർഹനാണ്. കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് തന്നെ തെറ്റുപാട് ചെയ്തു. തെറ്റ് ചെയ്തോനാ സ്വീകരിക്കുമോ? പൂമുത്തിനൂറിനരികിലൊന്നിരിക്കണം, പൊന്ന് പൊന്നാര കഥമിലൊന്ന് വീഴണം. മുത്ത് ഹബീബിൻ കവളിൽ ഉമ്മ വെക്കണം. കമർ തോൽക്കുന്ന പാൽഗോവ കാണണം. Allah
ദുനിയാവിൽ നിഅമത്ത് വേണം, ദീർഘായുസ് വേണം, ആഫിയത്ത് വേണം, നാളെ പരലോക രക്ഷ വേണം, നാളെ പരലോക രക്ഷ വേണം. സല്ലൂ അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതഅലമ ഫിദ്ദുനിയാ അമാനൻ വഫിൽ ഉഖ്റാ. ദുനിയാവിൽ നിഅമത്ത് വേണം. ഫസല്ലൂ അലാ നബി മുഹമ്മദി. തൊവീലായ ദീർഘായുസ്, തൊവീലായ ദീർഘായുസ്, ദീർഘായുസ് തൊവീൽ. ദുനിയാവിൽ നിഅമത്ത്, ആഖിറത്തിന്റെ രക്ഷ. നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സഫാനിയാക്കളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് കാരണം പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. കൂടുതൽ ഇല്ല യാ നബിയേ, കൂടുതൽ ഇല്ല യാ നബിയേ, ഇല്ല ഇല്ല ഞാൻ ചൊല്ലിയില്ല, ഇല്ല ഇല്ല ഞാൻ ചൊല്ലിയില്ല, എന്നിലില്ല അല്ലാഹുവിൻ്റെ റസൂലേ. കൂടുതൽ ചൊല്ലിയില്ല, ഉള്ളതിലോ ഇഖ്ലാസുണ്ടോ എന്നെന്നിൽ അല്ലാഹു സ്വീകരിക്കട്ടെ, നമുക്കത്തെ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നെക്കാളൊരു ഹബീബായ മുത്ത് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമുള്ള, അവിടുത്തെ രക്തമുള്ള പേരക്കുട്ടി ഇവിടെ ഉണ്ട്. അവർക്കനിഞ്ഞ നമ്മളും രക്ഷപ്പെടുന്നു. നിങ്ങളെ മുത്ത് നബിയുടെ അള്ളാഹു തോഫീക്കുന്നത് ബഹുമാനപ്പെട്ട കോയത്തങ്ങൾ ഇവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് എൻ്റെ ആലിനെ നിങ്ങൾ കൂട്ടിപ്പിടിച്ചോ, അവരോടത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയും, അവരോടത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയും. അള്ളാഹു തോഫീക്കുന്നത് സയ്യിദുമാരെ ഇഷ്ടം. മുത്ത് നബിയെ കണ്ടില്ലെങ്കിലും മുത്ത് നബിയെ കണ്ടേ, പക്ഷെ പേരക്കുട്ടികളെ കണ്ടു. മുത്ത് നബിയെ കാണാൻ അവിടുത്തെ കൈ പിടിച്ച് നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗഫീഖ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കൂലേ? ഇൻഷാ അല്ലാഹ് ആഖിറത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമുക്ക് ഇവിടെ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ദുആ ചെയ്ത് ഈ സദസ്സ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടിയവർ ഈ ഒരുമിച്ച് കൂട്ടിയത് സ്വീകരിക്കണേ. അള്ളാഹുവെ ഹബീബിലേക്ക് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളെ പരമ്പരക്ക് നൽകണേ. ഞങ്ങളെ പരമ്പര കുഞ്ഞുങ്ങൾക്കും ഹബീബായ മുത്ത് നബിയെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകണേ. അതുപോലെ ദുനിയാവിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മനാമിൽ ലഹളത്തിൽ അല്ലാഹുവേ ഹബീബായ മുത്ത് നബിയുടെ സാന്നിധ്യം നൽകണേ. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.